Yet another. This is Neha. Today we are going to discuss in the reading session like MCQ questions. നമ്മൾ ഓൾറെഡി കുറേയധികം സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു റീഡിങ് കൈൻഡ് ഓഫ് സെക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് MCQ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെയിറ്റ് for a couple of seconds for our regular students to join. Good morning, Johnny. ഓക്കെ, സോ ടുഡേ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ബിഫോർ ദാറ്റ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ചെറിയൊരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈവ് സെഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലൈക്ക് സ്റ്റോറി എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ചെറിയൊരു സ്റ്റോറി. അതായത് ഒരാൾ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഒരു കല്ല് വന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അയാൾ പെട്ടെന്ന് പാനിക്കായി, പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നു. അപ്പം അയാൾ ദൈവത്തിനോട് ഭയങ്കരമായിട്ട് പരാതികൾ പറയാൻ തുടങ്ങി. എനിക്ക് മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കുറേ തടസ്സങ്ങളാണ്. അങ്ങനെ കുറേയധികം പരാതികൾ കംപ്ലയിൻറ്റ്സ് ഇയാൾ പറയാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെയും അയാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും അയാളുടെ മുമ്പിലേക്ക് ഒരു വലിയൊരു മല തന്നെ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പെട്ടെന്ന് അവിടെ നിന്നിട്ട് ദൈവത്തിനോട് താങ്ക് യു പറഞ്ഞു. അപ്പം ഈ ഒരു ചെറിയ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ ലൈഫിലെല്ലാം ചെറിയ തടസ്സങ്ങൾ വരും. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പം പലരുടെയും ലൈഫിൽ ചെറിയ തടസ്സങ്ങൾ വരാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ലേ, ബാക്കി എല്ലാവർക്കും കിട്ടുന്നു, ഇങ്ങനെ തുടങ്ങിയ ഒരുപാടധികം കംപ്ലയിൻറ്റ്സ് നമ്മളും പറയാറുണ്ട്. പക്ഷേ always remember that your timing and God's timing is entirely different. നമ്മൾ വിചാരിക്കും ഒരു കാര്യം ഇപ്പം നടക്കണമെന്ന്, പക്ഷേ അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണം എന്നില്ല. God's timing is entirely different. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു കാര്യം നല്ല രീതിയിൽ സംഭവിക്കുകയുള്ളൂ. സോ വെയിറ്റ് ഫോർ ദ ടൈം. ആ ഒരു കാര്യം ആ സമയത്ത് സംഭവിക്കുന്നതായിരിക്കും. ഫോളോ യുവർ ഡ്രീംസ്. ഓക്കെ, സോ നമ്മുടെ IELTS-ൻ്റെ എക്സാം ഇപ്പോൾ അടുത്ത് വരുവാണ്. അക്കാഡമിക്സിൻ്റെ എക്സാം ഈ മന്തിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസൊക്കെ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ലെറ്റ് മീ ഗിവ് യു എ ബ്യൂട്ടിഫുൾ കോട്ട്. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോട്ട് പറയാം. നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു അക്കംപ്ലിഷ്. ദിസ് ടൈം വിൽ പാസ്. അപ്പം നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയത്തിനെക്കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കുന്നു എന്ന് കരുതിയിട്ട് ആരും നിങ്ങളുടെ ഡ്രീംസിനെ ഗിവ് അപ്പ് ചെയ്യരുത്. മുമ്പോട്ടത്തേക്ക് പോവുക. യു ഹാവ് ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഗോ ഫോർ ദാറ്റ്. യു ഹാവ് ദ ടൈം ആൻഡ് യു വിൽ അച്ചീവ് ദാറ്റ്. ഓക്കെ, അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരട്ടെ. റെക്കോർഡായിട്ടുള്ള സ്കോർ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു എ ലൈവ് സെഷൻ. നമ്മുടെ സ്റ്റുഡൻസൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓർ MCQ. എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഹാവ് 3 or 4 answers, only one of which is correct. Usually there are such type of answers, irrelevant answers that give information which is not stated in the text, answers that gives completely opposite information. അതായത് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് ക്യാൻ ബി എ 3 or 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് വി ഹാവ് ടു സെലക്ട് എ പെർട്ടിക്കുലർ ആൻസർ. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആൻസേഴ്സ് ആയിരിക്കാം. അങ്ങനെ ആൻസേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു.
ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ പാസേജുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പം ഈ ഒരു കാര്യമാണ് ബേസിക്കലി നമ്മൾ MCQ ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്നത്. ഇനി ഈ MCQ ക്വസ്റ്റ്യൻസ് ബേസിക്കലി 3 ടൈപ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ചൂസ് 1 ആൻസർ ഔട്ട് ഓഫ് 4. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ചൂസ് 2 ആൻസേഴ്സ് ഔട്ട് ഓഫ് 5 ഓപ്ഷൻസ്. 5 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് 2 ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. അതായിരിക്കും നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ദെൻ ദ തേർഡ് ടൈപ്പ് ഇസ് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഔട്ട് ഓഫ് 6 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഒരു 3 ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ടൈപ്സ് ആണ്, അല്ലെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുണ്ടായിരിക്കുക. ഗുഡ് മോർണിംഗ് സിനി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ചു, ഗുഡ് മോർണിംഗ് കാലി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. ഇനി നമ്മൾ എന്ത് ടാസ്ക്കാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യമാണ് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് ഇവിടെ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. ചൂസ് ദ കറക്റ്റ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ or read correct ending to a statement from usually 3 or 4 possible options. നമുക്ക് മുമ്പ് ഞാൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സിൽ നമുക്ക് MCQ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ 3 to 4 ഓപ്ഷൻസ് or 4 to 5 ഓപ്ഷൻസ് is available. You have to select an answer that can be a 2 or 3 ആൻസേഴ്സ് നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. MCQ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡൗ ഏതൊരു ടാസ്ക് ചെയ്യണമെങ്കിലും, ഗുഡ് മോർണിംഗ് സ്വപ്ന, ഏതൊരു ടാസ്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്, അല്ലെങ്കിൽ സർട്ടൺ സ്കിൽസ് ഇസ് റിക്വയർഡ് ദെയർ. എന്തൊക്കെയാണ് ആ സ്കിൽസ് നമുക്ക് വേണ്ടത് MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്? സ്കാനിങ് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്. നമുക്കൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ സ്കാൻ ചെയ്ത് പാസേജിൽ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്കിൽ, സ്കാനിങ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്കിൽ യു റിക്വയർഡ്. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്. നമ്മുടെ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണോ അതിനെ നമ്മൾ മനസ്സിലാക്കാം. അതാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട വേറൊരു സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഫ്യൂ സ്കിൽസ് വിച്ച് വി നീഡഡ് ഇൻ ഡൂയിങ് MCQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്താണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. ദോസ് ഹു നീഡഡ്, ഞാൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ ഒരു ഔട്ട്ലൈൻ പോലെ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓർ ദീസ് കൈൻഡ് ഓഫ് ടാസ്ക് ഇസ് ബേസിക്കലി ടെസ്റ്റിംഗ് യുവർ എബിലിറ്റി ടു ഫൈൻഡ് ദി ഇൻഫർമേഷൻ ഇൻ ദ പാസേജ് ആൻഡ് ദെൻ ടു റീഡ് ഇറ്റ് കെയർഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ്. On the question paper, you see a question with a set of statements that refer the options and ideas in the passage. Your job is basically to read the passage and decide which of the statement matches the information and the ideas in the passage. Same like I said before, you have to match the information or match the given statement question with the information in the passage. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബേസിക്കലി 2 ആയിരിക്കാം അല്ലെങ്കിൽ 3 ആയിരിക്കാം നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിനെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പാസേജുമായിട്ട് മാച്ച് ചെയ്യാം. This is what we are doing basically in MCQ questions. Okay. ഓൾറൈറ്റ്, നമ്മൾ എന്താണ് MCQ അല്ലെങ്കിൽ മാച്ചിങ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടിപ്സ് ആൻഡ് ട്രിക്സ്, ഏതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഇനി അതിൻ്റെ ടിപ്സും ട്രിക്സും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ക്വിക്ക്ലി റീഡ് ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർലൈൻ ദ കീവേഡ്. അതായത് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ ബേസിക്കലി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങൾ പാസേജ് വായിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ദാറ്റ്സ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ഹാവ് ടു ഡു. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് കംപ്ലീറ്റ്ലി റീഡിങ് ദ പാസേജ്. ഫസ്റ്റ് ഗോ ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ എന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ഇതാണ് നമ്മൾ ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ദെൻ യു ഹാവ് ടു അണ്ടർലൈൻ
ദാറ്റ് കീവേഡ്സ്. ഓരോ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു കീവേഡ്സിനെ അണ്ടർലൈൻ ചെയ്യാം, എങ്കിൽ മാത്രമേ നമുക്ക് പാസേജിലോട്ട് പോയിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കീവേഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 വേർഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് ടിപ്പ് ഓർ ദ ട്രിക്ക് യു ഹാവ് ടു ഫോളോ. ഓക്കെ, now the second one. Multiple choice questions usually come in the same order as you can find answers in the text. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു സെയിം ഓർഡറിലായിരിക്കാം വരാനുള്ള ചാൻസസ്. ദാറ്റ് ഇസ് നോട്ട് ഷുവർ, അങ്ങനെ ഉറപ്പ് പറയാനും പറ്റില്ല. ഒരു ഓർഡർ അല്ലാതെ ഡിസോർഡറായിട്ടും വരാറുണ്ട്, നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ചാൻസസ് ആർ ദെയർ ഓർഡറിലായിരിക്കാം നമ്മുടെ എന്താ പറയുക ആൻസേഴ്സ് പാസേജിൽ കിടക്കുന്നുണ്ടാവാം. അപ്പം എന്താ പറയുക, നമുക്ക് ഈ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. വൺസ് യു ലൊക്കേറ്റഡ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ്. ദറ്റ് ഈസ് ബേസിക്കലി ഓർഡറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ട്രിപ്പ്. തേർഡ് വൺ ഈസ് carefully read the first question and briefly look through the options. നമ്മൾ എന്ത് ചെയ്യുക, കെയർഫുള്ളി നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ദെൻ ബ്രീഫ്ലി ലുക്ക് ത്രൂ ദ ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ നമുക്ക് വൺസ് മനസ്സിലായാൽ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് കെയർഫുള്ളി റീഡ് ദ ക്വസ്റ്റ്യൻ, ദെൻ ബ്രീഫ്ലി ലുക്ക് ത്രൂ ദ ഓപ്ഷൻസ്. ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ്. ഓക്കെ, നൗ ദ ഫോർത്ത് വൺ, റീഡ് ദ പാരഗ്രാഫ് ലുക്കിംഗ് ഫോർ ദി സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ ദ ആൻസേഴ്സ്. അതായത് നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, കീവേഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു, ഇനി നമ്മൾ പാരഗ്രാഫിലേക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ പാസേജിലേക്ക് പോയിട്ട് നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനി ആ ഒരു പാരഗ്രാഫ്, ആ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു നോക്കുകയാണ്, നമ്മുടെ ആൻസർ ആ ഒരു ഏരിയയിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാരഗ്രാഫ്, ആ ഒരു ഏരിയ വായിച്ചു നോക്കുകയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ടിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ട്രിക്ക്. ഓക്കെ, and the fifth one, read each options one by one, deciding if it's correct or not. അതായത് നമ്മൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല അല്ലേ, എല്ലാ ഓപ്ഷൻസും നമുക്ക് ആവശ്യമില്ല. മേ ബി അവർ ആൻസർ ഇസ് ടു ഓപ്ഷൻസ് ഓർ 3 ഓപ്ഷൻസ്, ഏതുമാകാം. പക്ഷേ 4 തന്നതിൽ ചിലപ്പോൾ നമുക്ക് 2 മതിയാവും അല്ലേ, ബാക്കി 2 ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് എന്ന് തോന്നുന്ന ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ ദാറ്റ് റീഡ് ഈച്ച് ഓപ്ഷൻസ് വൺ ബൈ വൺ ആൻഡ് വി ഹാവ് ടു ഡിസൈഡ് വെദർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ റോങ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി 1 by 1 നമ്മുടെ ഓപ്ഷൻസ് വായിക്കണം. ഒരു ഓപ്ഷൻ പോലും വിട്ടുപോകരുത്. എല്ലാ ഓപ്ഷനും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിനെ വായിച്ച് whether it is needed or not അത് നിങ്ങൾ സോർട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ഫിഫ്ത്ത് ടിപ്പായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സോ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, കീവേഡ്സിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബേസിക്കലി നമ്മൾ ഈ ഒരു കീവേഡ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വേർഡിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നമുക്ക് പാസേജ് ഫുള്ള് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് അല്ലേ. അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കീവേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ യു ക്യാൻ കോൺസെൻട്രേറ്റ് യുവർ സെൽഫ്. നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. So that is the importance അല്ലെങ്കിൽ that is the need for why you have to underline this keyword. Okay. Look for information in the text when you need it. നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണോ എന്നുള്ളത് വായിക്കുക. ലൈക്ക് നമ്മളതൊരു വായിച്ച് ദെൻ ഓൺലി പാസേജിലേക്ക് പോവുക. എവിടെയെങ്കിലും നമുക്കൊരു ഡൗട്ട് വന്നു, ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു റെലവൻസും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ ഗോ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ അഗെയിൻ ആൻഡ് റീഡ്.
പല തവണ നമ്മൾ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് പാസേജിലേക്ക് പോവുക, ദെൻ റീഡ് ഔട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ. ഓക്കെ. ലുക്ക് ഫോർ സിനോണിംസ്, കറക്റ്റ് ആൻസേഴ്സ് ആർ യൂഷ്വലി പാരാഫ്രേസ്ഡ്. അപ്പം നമ്മൾ എല്ലാ ലൈവ് സെഷനിലും നമ്മൾ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്ത്, സിനോണിംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മുടെ സിനോണിംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് വീണ്ടും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സെയിം ഒരു വേർഡ് തന്നെ ആയിരിക്കില്ല ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലോ തരുന്നുണ്ടാവുക. ദറ്റ് ഈസ് വെരി റയർ. തരുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നമ്മൾ ഒരു എക്സാമിനർ എന്താണ് ഒരു ട്രിക്കി ആയിട്ടൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് എപ്പോഴും തരാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കാനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വേർഡ്സും തരാനുള്ള സാധ്യതകൾ ഉണ്ട്. So if you are locating the exact word in the passage, that doesn't mean that you are near to the answer. ഒരിക്കലല്ല. അപ്പം അത് നമ്മളെ തെറ്റിക്കാനുള്ള ഒരു ചാൻസസ് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രിക്ക് കൂടിയാണ് എക്സാമിനർ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും സിനോണിംസ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ലുക്ക് ഫോർ ദ സിനോണിംസ്. Beware of any answers that repeat words from the text. It may be trap. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു വേർഡിനെ നമ്മൾ സെയിം ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ആയിരിക്കും ആൻസർ എന്ന് കരുതിയിട്ട് വായിക്കാൻ പോയാൽ ചാൻസസ് ആർ വെരി ഹൈ. നമ്മുടെ ആൻസർ തെറ്റാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രാപ്പ്. എക്സാമിനർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രാപ്പ് ആവാനും ഒരു ചാൻസ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നൈനു. അപ്പം അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു വേർഡ് കിട്ടി എന്ന് കരുതിയിട്ട് ആ ഒരു ഏരിയ ആണ് ആൻസർ എന്ന് കരുതി ആരും പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ക്രോസ് ഔട്ട് എനി ഓപ്ഷൻസ് ദാറ്റ് ആർ ഇൻകറക്റ്റ്. നമ്മൾ വായിച്ച് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ നോക്കി വരുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ തോന്നുവാണ് ഇത് ഇൻകറക്റ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ക്രോസ് ഇറ്റ് ഔട്ട്. അത് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാർക്കിട്ട് വയ്ക്കുക. ഇതെനിക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ആവശ്യമില്ല എന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് പിന്നീട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി കറക്റ്റാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ആ ഒരു ഓപ്ഷൻസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് സോർട്ട് ഔട്ട് ദ റോങ് വൺ. ഓക്കെ. പുട്ട് ക്വസ്റ്റ്യൻ മാർക്സ് നെക്സ്റ്റ് ടു എനി ഓപ്ഷൻസ് യു ആർ നോട്ട് ഷുവർ അബൌട്ട്. നിങ്ങൾക്ക് ഉറപ്പില്ല ഇതാകാം, ചിലപ്പം ഇതാണോ ആൻസർ, ഇങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ ജസ്റ്റ് ഗിവ് എ ക്വസ്റ്റ്യൻ മാർക്ക് നെക്സ്റ്റ് ടു ദാറ്റ് ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കാം, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും വായിക്കാം. ദെൻ യു ക്യാൻ ഗോ ബാക്ക് ടു ദ പാസേജ് ആൻഡ് ക്യാൻ റീഡ്. വീണ്ടും വീണ്ടും വായിക്കാവുന്നതാണ്. അപ്പം ഇത് ഒരു ട്രിക്കാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ. The statement in each set are in random order or the same order as the information in the passage. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ സെറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനുമായിട്ട് ചിലപ്പം ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കാം പോകുന്നുണ്ടാവുക, സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ സെയിം ഓർഡറിലല്ലാതെ ഡിഫറെൻറ്റ് ഓർഡറിലും ആയിരിക്കാം. പലയിടത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടും ആവാം നമ്മുടെ ആൻസേഴ്സ് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു സെയിം ഓർഡറിൽ തന്നെയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ പല ഓർഡേഴ്സിലും വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ the wrong statement refers to information you can or cannot find in the passage. അതായത് ഈ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എനിവേ ഇൻ ദിസ് if the options are 4, within this 4 options maybe 2 options are wrong statements. ഓക്കെ. അപ്പോൾ ഈ 2 റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകിൽ നമുക്ക് പാസേജിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, ചിലപ്പോൾ പാസേജിൽ ലൊക്കേറ്റ് ചെയ്യാനും പറ്റാതെ ഇരിക്കാം, പാസേജിൽ അങ്ങനെ ഒരു സാധനം തന്നിട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ടാവുക. ദെൻ you are likely or unlikely to see the words in the statement repeated in the passage. നമ്മുടെ പാസേജിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില വേർഡ്സ് നമ്മുടെ പാസേജിൽ കാണാനും കാണാതിരിക്കാനുമുള്ള ചാൻസസ് ഉണ്ട്. ദർ ഇസ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദർ ഇസ് നത്തിങ് മാൻഡേറ്ററി ലൈക്ക് അവിടെ അങ്ങനെ ഒരു ആൻസർ വേണം, അങ്ങനെ ഒരു വേർഡ് വേണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ദർ ആർ ചാൻസസ് ലൈക്ലി ഓർ അൺലൈക്ലി ദിസ് വേർഡ് ക്യാൻ ബി റിപ്പീറ്റഡ് ഇൻ ദ പാസേജ്. Okay. Good morning, Sanya. Then, write a letter
ഓൺ ദ ആൻസർ ഷീറ്റ്. നോർമലി നമ്മൾ ആൻസറായിട്ട് വരുന്നത് ഒരു ലെറ്റർ ആയിരിക്കും. ക്യാൻ ബി എ, ബി ഓർ സി, എന്തും ആകാം. ലെറ്റർ ആയിരിക്കും നമ്മൾ ആൻസറായിട്ട് ഇടുന്നത് ഉണ്ടാവുക. പക്ഷേ ഇത് ലെറ്റർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് വായിക്കുക അല്ലേ? ഇൻസ്ട്രക്ഷൻസ് വായിച്ച് അത് കൺഫേം ചെയ്യുക, ഇത് തന്നെയാണോ ആൻസറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലെറ്റർ തന്നെയാണോ ഞാൻ ആൻസറായിട്ട് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ടത്തേക്ക് പോവുക. ക്ലിയർ? നമ്മൾ കുറച്ചധികം ടിപ്സും ട്രിക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഇനി കുറച്ച് ടിപ്സും കൂടെ ഐ വിൽ ഷെയർ വിത്ത് യു. ഓക്കെ, before you read the passage, read the 5 statements in the questions and underline the main words and ideas just given in our slide. The first tip itself അത് തന്നെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്തു പറയുന്നു എന്ന് മാത്രം. നമുക്ക് പാസേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുക. അതിൽ നമുക്കൊരു മെയിൻ ഐഡിയ ഉണ്ടാകും, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഉണ്ടാവും. അതിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അണ്ടർലൈൻ ദറ്റ് മെയിൻ ഐഡിയ ഓർ വേർഡ്. ഓക്കെ, use the words and ideas you have underlined to help you find the relevant sections of the passage. അതായത് നമുക്ക് ഈ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസിനെ, ഈ ഒരു വേർഡ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പാരഗ്രാഫ് പാസേജിൽ പോയിട്ട് ഇൻഫർമേഷൻസ്, നമ്മുടെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എടുത്ത് നിങ്ങൾക്ക് പാസേജിലേക്ക് പോയി നിങ്ങളുടെ ആൻസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ യൂസ് ദിസ് ഐഡിയ ഓർ യൂസ് ദിസ് വേർഡ് ടു ഫൈൻഡ് ദ ഇൻഫർമേഷൻ ഇൻ ദ പാസേജ്. ഓക്കെ, read the passage quickly and mark the relevant section for each questions. Write the answer or the question number in the margin so you can find the section again easily. നമ്മൾ ഓൾറെഡി നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വേർഡ് എടുത്തു അല്ലേ? നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? കീവേഡിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു. ദെൻ ആ ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു മെയിൻ വേർഡ് വെച്ചിട്ട് നമ്മൾ പാസേജിലേക്ക് പോകുന്നു. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഏതാണോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഗീവ് ദറ്റ് ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ടു ദ പാരഗ്രാഫ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ഒരു പാരഗ്രാഫിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വയ്ക്കുക. ഇത് എഴുതി വയ്ക്കുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇതിൻ്റെ ആൻസർ ഞാൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കും. നിങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് പോയി വായിക്കാം, ഫസ്റ്റിൻ്റെ ആൻസർ ഇതാണ് അല്ലെങ്കിൽ ഫസ്റ്റിൻ്റെ ആൻസർ ഇവിടെയാണ് ഞാൻ ലൊക്കേറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും വായിക്കാനായിട്ട് പറ്റും. സോ ജസ്റ്റ് ഗീവ് ദി ക്വസ്റ്റ്യൻ മാർക്ക് നെക്സ്റ്റ് ടു ദി പാരഗ്രാഫ് വിച്ച് യു ഹാവ് ലൊക്കേറ്റഡ്. ഓക്കെ, നൗ the statement in each set follow the order of information in the passage. When you read the passage, you may see some words or ideas from the statement. These help you to find the relevant section. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഐഡിയാസിനെ അല്ലെങ്കിൽ വേർഡ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാസേജിൽ പോയി എന്ത് ചെയ്യുക? ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, go through the statement one by one. Read the section of the passage you have marked carefully to make sure you are in the correct place. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട ഏരിയ വീണ്ടും വായിച്ചു നോക്കാം. ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചത് കൊണ്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ആൻസർ ശരിയാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ക്യാൻ ബി എ വേർഡ് ഓർ എന്തെങ്കിലും ഒരു വേർഡ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ആൻസർ മാറിപ്പോകുന്നുണ്ടാവാം. നമ്മൾ ആ ലൊക്കേറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത ആ ഒരു ഏരിയ വീണ്ടും വായിച്ച് നോക്കാം. നമ്മൾ കറക്റ്റ് ഏരിയയിൽ തന്നെ ആണോ നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വീണ്ടും ആ ഒരു ഏരിയ ഒന്ന് വായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. Okay. For each statement, decide if the wording of the statement express exactly the same idea that are in the passage or not. നമ്മുടെ പാസേജിൽ കൊടുത്തിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എക്സാക്ട്ലി സെയിം ആണോ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഐഡിയയുമായിട്ട് നമ്മുടെ പാസേജിലെ ഐഡിയ സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ റീകൺഫേം ചെയ്തുകൊണ്ടേയിരിക്കുക. ആസ് എ സെഡ് ബിഫോർ, ഏതെങ്കിലും ഒരു വേർഡ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ആൻസർ മാറിപ്പോകുന്നത്. അങ്ങനെ ആൻസേഴ്സ് തെറ്റാതിരിക്കാൻ വേണ്ടി വീണ്ടും വായിച്ച് കൺഫേം ചെയ്യുക. ദാറ്റ് ഈസ് ദ തിങ് വിച്ച് യു ഹാവ് ടു ഡു. ഈവൻ ഇഫ് യു ലൊക്കേറ്റ് ദ ആൻസർ, ട്രൈ ടു റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഓക്കെ.
There are two correct answers in each set. However, you should check all the statement carefully to make sure you have the right one. Find reasons why the incorrect statements are wrong. നമുക്ക് എനിവേ നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് എന്ന് തോന്നുന്ന പോലത്തെ രണ്ടെണ്ണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ആൻസറിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് തോന്നുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഒരേപോലെ വരാം. ഓക്കെ, അപ്പം ഇതിൽ നിന്നും ചിലപ്പം സെയിം ലൈക്ക് ഐ സെഡ് ബിഫോർ ക്യാൻ ബി എനി വേർഡ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ദ ആൻസർ അല്ലേ, അത് ആവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു രണ്ട് ഓപ്ഷൻ ആണെങ്കിൽ ആ ഒരു രണ്ട് ഓപ്ഷനെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ അല്ലേ. ദിസ് ഇസ് വാട്ട് മേക്കിംഗ് മീ കൺഫ്യൂസ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രണ്ട് ക്വസ്റ്റ്യനെ വീണ്ടും വായിച്ച് നോക്കുക, ഗോ ബാക്ക് ടു ദ പാസേജ് ആൻഡ് മേക്ക് ഷുവർ എവിടെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ഈ ഒരു ആൻസർ തെറ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ ആൻസർ ശരിയായിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ even if you find a wrong answer, try to find an answer. എന്തുകൊണ്ടായിരിക്കാം ഇത് തെറ്റായത്, ഇതെന്തുകൊണ്ടാണ് ആൻസർ അല്ലാതെ വരാനുള്ള സാധ്യത, അല്ലെ എന്തുകൊണ്ടാണ് അത് ആൻസർ ആവാത്തത് എന്ന് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനോട് നോക്കുക. ഓക്കെ, don't use your own knowledge of the subject to decide the answer. You use only the information in the passage. നമ്മൾ പാസേജിലെ ഇൻഫോർമേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാവൂ. നമ്മുടെ സബ്ജക്റ്റ് നോളജിൻ്റെ ബേസിസിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പെർട്ടിക്കുലർ പാസേജ് നമുക്കറിയാവുന്ന ഒരു ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജ്, ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തും ആകാം. അപ്പോൾ നമ്മുടെ നോളജിൻ്റെ ബേസിൽ ഒരിക്കലും നിങ്ങൾ ആൻസറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പാസേജിൽ എന്താണോ തന്നിരിക്കുന്നത് അത് മാത്രമേ നമ്മുടെ ആൻസറായിട്ട് വരുള്ളൂ, മറ്റൊന്നും തന്നെ നമ്മുടെ ആൻസറായിട്ട് വരില്ല. നമ്മുടെ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് നോളജിൻ്റെ ബേസിസിൽ നമ്മൾ ചിലപ്പോൾ ഇതായിരിക്കാം എന്ന് എഴുതി ഗസ് ചെയ്താൽ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വർക്ക് അല്ലേ, ഒരിക്കലും അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പോൾ പാസേജിൽ എന്താണോ അത് മാത്രമേ നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, റിമെമ്പർ ടു റൈറ്റ് ദ കറക്റ്റ് ലെറ്റേഴ്സ് ഓൺ ദ ആൻസർ ഷീറ്റ്. നമ്മൾ ചിലർക്ക് പറ്റുന്നൊരു കാര്യമാണ് കറക്റ്റ് ലെറ്റർ ആ ആൻസർ ഷീറ്റിലേക്ക് കറക്റ്റ് ലെറ്റർ ചിലപ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോൾ. എ ആയിരിക്കാം ആൻസർ, പക്ഷേ എഴുതുമ്പോൾ ബി ആയിരിക്കാം വരുന്നത്. അത് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ശ്രദ്ധിക്കുക, ആൻസർ എ ആണെങ്കിൽ എ തന്നെയാണ് നമ്മൾ ആൻസറിലേക്ക് എഴുതിയത്, നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതിയത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. കാരണം ഒരു മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ബാൻഡ് തന്നെയായിരിക്കും കുറയുന്നുണ്ടാവുക അല്ലേ. അത് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഫോർ എക്സാമ്പിൾ ഇൻ ദ റീഡിംഗ് സെഷൻ ഇഫ് യു ആർ ഗെറ്റിംഗ് ഫോർ ദ അക്കാഡമിക്, ഇൻ ദ കേസ് ഓഫ് അക്കാഡമിക് ഇഫ് യു ആർ ഗെറ്റിംഗ് 23, ദറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് നിയർലി 6 ബാൻഡ് അല്ലേ. ആ 23 എന്നുള്ളത് 22 ആയാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ 6 എന്നുള്ളത് 5.5 ആയി പോകും. നിങ്ങളൊരു ബാൻഡ് തന്നെയാണ് അങ്ങോട്ട് കുറയുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ആൻസർ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ആൻസർ തെറ്റിയത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ബാൻഡ് കുറഞ്ഞത്. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കുക. കെയർഫുള്ളി നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ എന്ന് മനസ്സിലാക്കിയ ആ ഒരു ലെറ്റർ തന്നെയാണോ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഓക്കെ, ഓൾവേസ് റൈറ്റ് 2 letters if you are not sure. Always give an answer. അതായത് നമ്മൾ ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന ഒരു 2 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഏറ്റവും റെലവൻറ്റ് എന്ന് തോന്നുന്ന ആ ഒരു ഓപ്ഷനെ നിങ്ങൾ എടുത്ത് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ഓൾ റൈറ്റ്. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ ടോപ്പിക്, ഡോണ്ട് ബി പാനിക്. ഇറ്റ്സ് എ റീഡിംഗ് ടെസ്റ്റ്, നോട്ട് ടു ടെസ്റ്റ് യുവർ നോളജ് അല്ലേ. നിങ്ങൾക്ക് ഒരു പാസേജിൽ തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു പാസേജ് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്ന് കരുതി നിങ്ങൾ ആരും പാനിക് ആവണ്ട, അല്ലെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ പാസേജിൽ ഇവിടെ നോക്കുന്നത് വെദർ യു ആർ ഏബിൾ ടു റീഡ്, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, ഇത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ അല്ലെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്ര നോളജ് ഉണ്ടെന്ന് ആരും നോക്കാനായിട്ട് വരുന്നില്ല അല്ലേ. മേക്ക് ഷുവർ ദാറ്റ് അതിനെപ്പറ്റി ഓർത്ത് ആരും പാനിക് ആവേണ്ട. എനിക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, അറിയാത്തൊരു ടോപ്പിക്കാണ് എനിക്ക് കിട്ടിയത് റീഡിങ്ങിന് എന്ന് കരുതിയിട്ട് ആരും പാനിക് ആവേണ്ട. വായിച്ച് ആൻസറിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ട്രൈ ടു പ്രെഡിക്റ്റ് ദ ആൻസർ, correct answer before you read the text.
ദിസ് വിൽ ഹെൽപ്പ് യു ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ ടെക്സ്റ്റ് ആ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ലൈക്ക് ഈ ഓപ്ഷൻ ബി ആയിരിക്കാം ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ള രീതിയിൽ ആൻസറിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇഫ് യു ആർ ഏബിൾ ടു പ്രെഡിക്റ്റ്, മേ ബി ഒരു 90% നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ട്രൈ ടു പ്രെഡിക്റ്റ് ദ ആൻസേഴ്സ്. നൗ, before deciding on your answers, always go back and carefully read the questions before making a final decision. നിങ്ങൾ ഫൈനൽ ഡിസിഷൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് വീണ്ടും 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 നിങ്ങളുടെ ഒരു പാസേജിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയിട്ട് റീകൺഫേം ചെയ്യുക. ഞാൻ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റേറ്റ് ചെയ്ത എൻ്റെ ഒരു ആൻസർ ശരിയായിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും റീകൺഫേം ചെയ്യാനായിട്ട് നോക്കുക. ദർ ആർ വൈഡ് ചാൻസസ്, ലൈക്ക് ഒരു വേർഡിൻ്റെ ബേസിൽ നമ്മുടെ ആൻസർ തെറ്റാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും നമ്മുടെ പാസേജിലേക്ക് പോയി ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് റീകൺഫേം ചെയ്യുക വെദർ മൈ ആൻസർ ഈസ് കറക്റ്റ് ഓർ റോങ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ചില സ്റ്റുഡൻസ് they may not answer the options, like answer the question. This seems like an obvious, but it always shock you how many people don't answer the question at all. ചിലർ എനിക്കിത് അറിയില്ല എന്ന രീതിയിൽ ചെയ്യാതെ പോകുന്നവരുണ്ട്, ലൈക്ക് വിട്ടു പോകുന്നവരുണ്ട്. എനിക്കിതറിയില്ല, ആൻസർ ഒന്നും എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന രീതിയിൽ ആൻസർ ചെയ്യാതെ പോകുന്നവരുണ്ട്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദർ ഈസ് നോ എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് മാർക്സ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരെണ്ണം ചെയ്തില്ല എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒരു ആൻസർ തെറ്റിപ്പോയി എന്ന് കരുതിയിട്ട് നിങ്ങളുടെ നെഗറ്റീവ് മാർക്കൊന്നും ഇവിടെ വരുന്നില്ല, അല്ലേ? സോ ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഏകദേശം നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ആൻസർ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. Not reading the whole sentence. The first part of the sentence might look correct, but the second half of it might change the meaning. Words like but and however can change the meaning of a whole sentence. Examiner know you are trying to get the answer as quickly as possible and will try to trick you in this way. നിങ്ങളെ ഈ രീതിയിലും എക്സാമിനർ ട്രിക്ക് ഒന്ന് കളിപ്പിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് വായിക്കണം, പെട്ടെന്ന് ആൻസർ കിട്ടണം, പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളെല്ലാവരും വായിക്കുന്നത്, അല്ലേ? നമുക്ക് ഫസ്റ്റ് ലൈൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആൻസറുമായിട്ടൊരു സിമിലാരിറ്റി തോന്നാം. പക്ഷേ മേ ബി ബിക്കോസ് ഓഫ് വൺ വേർഡ് ആസ് ജസ്റ്റ് സെഡ് ബിഫോർ ദാറ്റ്, മേ ബി ഹൗ എവർ, ബട്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേർഡ് കൊണ്ടായിരിക്കാം നമ്മുടെ ആൻസർ എൻറ്റയർലി തിരിഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? തെറ്റിപ്പോവും. അപ്പോൾ ഒരിക്കലും ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് കരുതിയിട്ട് ഇതാണ് ആൻസർ എന്ന് നിങ്ങൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യരുത്. ആ ഒരു ഏരിയ നന്നായി വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. ചാൻസസ് ആർ വെരി ഹൈ. ദ എക്സാമിനർ ഈസ് വെരി ട്രിക്കി. നിങ്ങളെ എങ്ങനെ ട്രിക്കി ആയിട്ട് ഒരു ആൻസർ തെറ്റിക്കാം എന്നുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്, അല്ലേ? ഓക്കെ, നോട്ട് റീഡിങ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി. ഇത് എപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു കാര്യമാണ്. അവർ കെയർഫുള്ളായിട്ട് ടെക്സ്റ്റ് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, പാസേജിൽ എന്താണ് എന്നുള്ളത് അവർ കെയർഫുള്ളായിട്ട് വായിക്കുന്നില്ല. സോ ദ ചാൻസസ് ആർ ടു ഹൈ, ലൈക്ക് നമ്മുടെ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ദർ ആർ സോ മെനി distractions, like correct answer will appear to jump out at you. If you don't read the text carefully, you will choose the incorrect answer. Take some time to read, understand the meaning of each sentence. നമ്മുടെ ഓരോ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സമയമെടുത്ത് വായിക്കുക. ഒരുപാട് സമയമെടുത്ത് വായിക്കുക എന്ന് അല്ല പറയുന്നത്. വായിക്കുമ്പോൾ ആ വായിക്കുന്ന സമയം കുറച്ചധികം ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കാം നമ്മുടെ ആൻസറിനെ തെറ്റിക്കാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അത് ആൻസർ ആവാതിരിക്കാനുള്ള റോങ് ആൻസേഴ്സായിട്ടും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെയർഫുള്ളായിട്ട് വായിക്കുക. പെട്ടെന്ന് വായിച്ചു പോകാതെ മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. So these are the few kind of tips and tricks which you have to follow while doing multiple choice questions or MCQ questions.
ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഐഡിയാസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് സം കൈൻഡ് ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നോട്ട് ഇൻ ദിസ് ലൈവ്, ഇൻ ദ നെക്സ്റ്റ് ലൈവ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഓൺ ഹൗ ക്യാൻ ഡു ദിസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. സോ ഐ വിഷ് എവ്രി വൺ ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ആൻഡ് ദോസ് ഹു ജോയിൻ മൈ ലൈവ് സെഷൻ, താങ്ക് യു ഫോർ ജോയിനിങ്. സോ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.